ഇനിയുള്ള തലമുറയിലുള്ള അച്ഛനമ്മമാരെങ്കിലും അത്തരത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഇങ്ങ് പോരണം, ഇവിടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നീ അനാഥയാകില്ല എന്ന് പറഞ്ഞ് വളർത്തണ്ടേ പിള്ളേരെ? തീർച്ചയായിട്ടും. അനാഥത്വം മാത്രമല്ല അശ്വതി, നമ്മൾ സംസാരിക്കുമ്പോ പെൺകുട്ടികൾക്കറിയാം അവർക്ക് അത്രയും ഫ്രീഡം അല്ല. ഇപ്പൊ ഈവൻ പുറത്തു പോയാലും അവരുടെ ടൈം റെസ്ട്രിക്ഷൻ ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കണെന്നുള്ളത് നമ്മൾ പറയാറില്ല. ഇപ്പൊ എന്റെ കുട്ടികൾ വളർന്നു വന്നപ്പോ എന്റെ മോന് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീഡവും എന്റെ മോൾക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീഡവും കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോ മോള് വളർന്നു വന്നപ്പോ പറഞ്ഞു, ചേട്ടൻ വലുതായപ്പോ സ്ലീപ്പ് ഓവർ പാർട്ടിക്ക് പോവും, അപ്പൊ പോവാറുണ്ട്, അപ്പൊ എനിക്കും പോണം. നീ പൊക്കോ, ഒരു പ്രശ്നവുമില്ല. ഉടനെ എന്റെ മകൻ, അവളെക്കാട്ടിലും 5 വയസ്സ് മൂപ്പുള്ള മകനാണ്, അവൻ വന്നിട്ട് അത് പറ്റില്ല എന്ന് വെച്ചാൽ, എന്താ നീ പോവാറില്ലേ, അപ്പൊ അവൾക്ക് പോയാൽ എന്താ, അല്ലല്ല അത് സേഫ് അല്ല. അപ്പൊ വെച്ചാൽ എന്താ സേഫ് അല്ലാത്ത? ബിക്കോസ് എനിക്ക് ആ കോൺവെർസേഷൻ വേണമായിരുന്നു അവരുടെ പെർസ്പെക്റ്റീവിന്. അല്ല അത് എല്ലാരും നല്ല ആൾക്കാരല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മോളെ അവൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിനക്ക് അവരെ വിശ്വാസമുണ്ടെങ്കിൽ നീ പോയി നിന്നോ. ഇനി അത് കവിഞ്ഞ് നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ നിന്റെ കൂടെ A to Z നിൽക്കും. അത് എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് വിപത്തായിട്ട് സംഭവിച്ചാൽ പോലും നിന്റെ കൂടെയായിരിക്കും ഞാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ അവൾക്ക് കൊടുത്തു. അതിനുശേഷം അവൾക്കായിട്ട് പോണമെന്നോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോ വാശിയോ ഒന്നുമില്ല. നമ്മളൊരു വാർണിംഗ് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷെ ലോകത്തെ വിശ്വാസമില്ല, പലതും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നുള്ള വാർണിംഗ് മാത്രമേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അവരുടെ ഫ്രീഡം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ ചുറ്റും വരും. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കാണ് പേടി അവരെക്കാട്ടിലും. ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം പറയും, നീ ഒരു നല്ല അമ്മയായിരുന്നില്ല, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പൊ നാട്ടുകാരെയും അയൽക്കാരെയും ആദ്യം പേടിക്കുന്നത് ഈ അച്ഛനമ്മമാരാണ്. എന്റെ മോൾ എന്റെ വീട്ടിൽ കല്യാണത്തിന് ശേഷം വന്ന് ഒരു മാസം തികച്ചു നിന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ എന്താ തിരിച്ചു പോകുന്നില്ലേ, എന്താണ് ഇഷ്യൂ, ഇതൊക്കെ ഒന്നാമത് ആരെയും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവൾക്ക് അവളുടെ സ്വന്തം വീട്ടില് 1 മാസമല്ല 2 കൊല്ലം നിന്നാലും, കല്യാണം കഴിച്ചാണെങ്കിലും കഴിച്ചല്ലെങ്കിലും, കഴിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാണെങ്കിലും, why does it matter? തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. വിസ്മയുടെ അച്ഛൻ ഇപ്പോൾ ടെലിഫോൺ